കാരണം BCCI പോസ്റ്റർ ബോയ് ആണ് കോഹ്ലി. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് അവരുടെ പോസ്റ്റർ ബോയ് ആണ്, അവരുടെ മാർക്കറ്റിംഗ് വെപ്പണാണ്, ബ്രാൻഡാണ് വിരാട് കോഹ്ലി. ആ വിരാട് കോഹ്ലി ടീമിൽ നിന്ന് പോകണമെന്ന് BCCI ഒരിക്കലും ആഗ്രഹിക്കില്ല, അവരുടെ വരുമാന മാർഗമാണ്. പക്ഷെ സെലക്ടേഴ്സ് ടീമിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്ന് പറയുന്ന അവരുടെ പ്ലാനിലില്ല. ഏകദിനത്തിലും T20 അദ്ദേഹം സ്ട്രോങ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഏകദിനത്തിൽ T20 ഒരു വീക്ക് ഫേസ് വന്നായിരുന്നു. നമുക്കറിയാം, ബാബർ അസം ഉസ്മാനൊക്കെ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട്. പക്ഷെ അവിടെ അദ്ദേഹം തിരിച്ചു വന്നു T20, പിന്നെ IPL വൻ ഫോമിൽ വന്നു, ഏകദിന ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി. പക്ഷെ ടെസ്റ്റിൽ അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. അത് അദ്ദേഹത്തിന് കംപ്ലീറ്റ്ലി മനസ്സിലായി. ലാസ്റ്റ് ഓസ്ട്രേലിയയിൽ നടന്ന ടെസ്റ്റ് സീരീസ് BJTയിൽ സാം കോൺസ്റ്റാൻസിനെ അങ്ങോട്ട് കയറി സ്ലെഡ്ജ് ചെയ്യുന്ന ഒരു കോഹ്ലി. സ്ലെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ലെവലിലോട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി തുടങ്ങിയെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ട് കാണും. തനിക്കിനി ഫോർമാറ്റിൽ ഒന്നും ചെയ്യാനില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഇപ്പോഴും ടീമിലെ ബാക്കി ആളുകളെക്കാളൊക്കെ ബെറ്റർ ആയിട്ട് കോഹ്ലി കളിക്കാൻ പറ്റും. ഒരു സെഞ്ചുറി അദ്ദേഹം BJTയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിരാട് കോഹ്ലിയുടെ സ്റ്റാൻഡേർഡിൽ ഇനി അദ്ദേഹത്തിന്റെ ടെസ്റ്റിലോട്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ആ ഒരു ബോധ്യത്തിലാവണം ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക.